ആദരണീയനായ അധ്യക്ഷൻ വേദികുട്ടി മാസ്റ്റർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത സർവാദരണീയനായ ഡോക്ടർ അബ്ദുൽ സമദ് സമദാനി സാഹിബ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ മറ്റു പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നിവിടെ റിലീസ് ചെയ്യപ്പെട്ട പുസ്തകം, അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ പുസ്തകം സ്വീകരിക്കാൻ അവസരം കിട്ടി എന്നുള്ളതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. എന്തുകൊണ്ടാണ് ആ പുസ്തകത്തിന് ഇത്രയും പ്രാധാന്യം കൈവരുന്നത്? അബ്ദുൽ സമദാനി സാഹിബിന്റെ കയ്യിലൂടെ ആ പുസ്തകം സ്വീകരിക്കാനുള്ള എൻ്റെ അവസരം, വാസ്തവത്തില് അത് കേരളത്തിലെ ഉറുദു അധ്യായത്തിലെ ഒരു ഇസാഫയാണ്. ഉറുദു ദബിസ്ഥാനെ കേരളയിലെ ഒരു ഇസാഫ ആണ് ആ പുസ്തകം. ഇതിനൊരു പശ്ചാത്തലമുണ്ട്, ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. കേരള ചരിത്രത്തിൽ സ്വാതി തിരുനാൾ ഗർഭശ്രീമാൻ എന്ന പേരിലാണ് അറിയപ്പെടുക. അദ്ദേഹം മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ രാജാവായി വാഴിക്കപ്പെട്ട ഭരണാധികാരിയാണ്. നമ്മുടെ ഹമീദ് കാഴ്ശ്ശേരി മാഷയുടെ പുസ്തകം പ്രസ്സിലിരിക്കുമ്പോൾ തന്നെ കോഴിക്കോട് സർവകലാശാലയുടെ സിലബസിലേക്ക് ഞങ്ങൾ അതിൽ നിന്ന് ഏതാനും കവിതകൾ തിരഞ്ഞെടുത്തു. ഇനിയിപ്പോ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടു, പുസ്തകം റിലീസ് ചെയ്യപ്പെട്ടു. അടുത്ത ആഴ്ച ഈ കവിതകൾ കോഴിക്കോട് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ സിലബസിൽ ഉൾപ്പെടുത്തി പുറത്തു വരും. അതുകൊണ്ടാണ് ഞാൻ സ്വാതി തിരുനാളിലെ ഗർഭശ്രീമാൻ എന്ന അർത്ഥത്തിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നേ തന്നെ ഒരാൾക്ക് കവിയായി അംഗീകാരം ലഭിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ആ പുസ്തകത്തിന്റെ റിലീസിൽ പങ്കെടുക്കാൻ നേരത്തെ തന്നെ ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടൊരു വ്യക്തി എന്ന നിലക്ക് അതും ഞാനൊരു സൗഭാഗ്യമായി കരുതുന്നു. മറ്റൊരു കാര്യം, എങ്ങനെയാണ് ഈ കവിതകൾ നമുക്ക് ഉന്നത വിദ്യാഭ്യാസ സിലബസിൽ ഉൾപ്പെടുത്താൻ അവസരം കിട്ടിയത് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. നേരത്തെ ഒരു സംഭവം ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫാർ സാഹിബ് എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കോഴിക്കോട് സർവകലാശാലയുടെ അദീബെ ഫാസിൽ സിലബസിൽ കേരളത്തിലെ എക്കാലത്തെയും വലിയ ഉറുദു കവിയായി നമ്മളെല്ലാം വാഴ്ത്തുന്ന സയ്യദ് സർവർ സാഹിബിന്റെ കവിത ഉൾപ്പെടുത്താൻ അദ്ദേഹം തന്നെ അന്നത്തെ ബോർഡ് ചെയർമാനായ ഷാക്കിർ സാഹിബിനോട് അപേക്ഷിക്കുന്നു. പക്ഷെ ഷാക്കിർ സാഹിബ് സർവർ സാഹിബിന്റെ കവിത സിലബസിൽ ഉൾപ്പെടുത്താൻ തയ്യാറായില്ല, അത് നിരസിക്കപ്പെട്ടു. ഈ ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഇരിക്കെ കോഴിക്കോട് സർവകലാശാലയിൽ PG ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ചെയർമാനായും അതിന്റെ വകുപ്പ് ചുമതലയും എന്നെ ഏൽപ്പിച്ചപ്പോൾ ഈ ഒരു വിഷയത്തിനൊരു പരിഹാരം വേണമെന്ന് എനിക്ക് തോന്നി. മാത്രമല്ല, പൊതുവെ നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യൻ റൈറ്റിംഗ്സ് ഇൻ ഇംഗ്ലീഷ് എന്നൊക്കെ പേരിൽ സാഹിത്യം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഉറുദു നോൺ നേറ്റീവ് ഉറുദു സ്പീക്കേഴ്സിന്റെ രചനകൾ, വേറെ അഹ്ലെ സബാൻ വാലോങ്കി അതടി തഹ്ലീഖാത്ത്, അതെവിടെയും പഠിപ്പിക്കുന്നില്ല. ഹിന്ദി ഭാഷയിൽ അഹിന്ദി പ്രദേശത്തെ ഹിന്ദി രചനകൾ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പല ഇന്ത്യൻ സർവകലാശാലകളിലും അഹിന്ദി പ്രദേശത്തുണ്ടാകുന്ന ഹിന്ദി രചനകൾ പഠിപ്പിക്കാൻ അവസരമുണ്ട്, സിലബസിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മലയാളികളായ കവികളുടെ രചനകൾ പല സർവകലാശാലയിലും പഠിപ്പിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഉറുദുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പാരമ്പര്യമില്ല. അപ്പൊ എനിക്ക് തോന്നി ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണമെങ്കിൽ നമുക്ക് കേരള സ്റ്റഡീസ് ആരംഭിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് കേരളമേ ഉറുദു സബാനോ അദബ് എന്നുള്ള ഒരു കോഴ്സ്, പഴയ പേപ്പറിന്റെ പേരാണ് കോഴ്സ്, ആദ്യമായി നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ലോഞ്ച് ചെയ്യണം. അപ്പോൾ ഈ ഒരു വിഷയം കേരളമേ ഉറുദു സബാനോ അദബ് എന്ന പേരിൽ പഠിപ്പിക്കണമെങ്കിൽ നമ്മുടെ മുന്നിൽ വെല്ലുവിളിയുണ്ട്. കാരണം അതിന് മതിയായ രചനകൾ വേണം നമുക്ക്. മാത്രമല്ല, അതിനെക്കുറിച്ചുള്ള തൻകീദി മുത്താല വേണം, അതിന്റെ താരീഖി കിതാബ് വേണം. ഇതൊക്കെ വലിയ വിഷയമാണ്. പക്ഷെ അത് ഒരു അക്കാഡമിഷ്യൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ അന്നത്തെ ബോർഡംഗങ്ങളായ അബൂബക്കർ മാഷ് ഉൾപ്പെടെയുള്ളവരോട് ആലോചിക്കുകയും അതിനൊരു പരിഹാരമായൊരു രീതി ഡെവലപ്പ് ചെയ്തെടുത്തു. ഒരു മെത്തഡോളജി തന്നെ നമ്മൾ ഡെവലപ്പ് എടുത്തു. അപ്പൊ ആ സമയത്താണ് നമ്മൾ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ മാഷയുടെ കേരളമേ ഉറുദു സബാൻ എന്ന പുസ്തകം, അദ്ദേഹത്തിന്റെ PhD മൈസൂർ സർവകലാശാലയിൽ നിന്ന് അവാർഡ് ചെയ്യപ്പെടുന്നു. അതിന്റെ കൂടെ തന്നെ ആ പുസ്തകം തീസിസ് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആ പുസ്തകം ഞങ്ങൾ ഉപയോഗിച്ചു. അതുപോലെ കേരളത്തിലെ നേരത്തെ എഴുതിയ ആളുകളുടെയൊക്കെ ചരിത്രം സമാഹരിച്ചു. തലശ്ശേരി ഒരു പ്രധാന
പ്രധാന കേന്ദ്രമാണ് ഉറുദുവിന്റെ കേരളത്തിന്റെ വികാസത്തിൽ. മൂസ നാസിഹിന്റെ കവിതകൾ, MA സാബിറിന്റെ കവിതകൾ, കേരളത്തിൽ വന്ന് 10-30 കൊല്ലം താമസിച്ച് ഇവിടുത്തെ ഒരു മലയാളി സ്ത്രീയെ വിവാഹം കഴിച്ചു കഴിഞ്ഞ ഗുൽഷൻ ഖത്തായിയുടെ കവിതകൾ, മലയാളിയായി അന്യ സംസ്ഥാനത്ത് ജീവിക്കുന്ന എലിസബത്ത് കുര്യ മോണയുടെ രചനകൾ, പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് N മൊയ്തീൻ കുട്ടിയുടെ രചനകൾ, സർവർ സാഹിബിന്റെ രചനകൾ, ഇതൊക്കെ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ പലപ്പോഴായി പല സ്ഥലങ്ങളിലായി ചെറുതും വലിയതുമായ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ട കേരളത്തിലെ ഉറുദുവായി ബന്ധപ്പെട്ട രചനകളെല്ലാം ഞങ്ങൾ ക്രോഡീകരിച്ചു. അങ്ങനെ ആദ്യമായി ഒരു പേപ്പർ കേരളാമേ ഉറുദു സബാനു അദബ് എന്ന പേരിൽ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആദ്യം PG-യിലാണ് തുടങ്ങിയത്, UG-യിലല്ല. കാരണം ഞാൻ ചെയർമാനായിരുന്നത് PG ബോർഡിലായിരുന്നു. അപ്പൊ PG-യിൽ MA ലെവലിൽ അത് പഠിപ്പിച്ചു. മാഷയുടെ പുസ്തകങ്ങൾ കുട്ടികളൊക്കെ വാങ്ങിക്കാനും വായിക്കാനും തുടങ്ങി. ഇന്നിപ്പോൾ അത് UG സിലബസിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അതിർത്തി ഭേദിച്ചത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കാലടി യൂണിവേഴ്സിറ്റിയിലേക്കും ഈ പുസ്തകങ്ങളൊക്കെ പഠിപ്പിക്കാൻ അവസരം ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് കാലാനുസൃതമായി അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സിലബസിനകത്തേക്ക് ഹമീദ് കാരശ്ശേരി മാഷാണ് ഏറ്റവും നമ്മളെ മുന്നിൽ വരുന്ന ഏറ്റവും ഒടുവിലത്തെ കവി. അപ്പൊ അദ്ദേഹത്തിന്റെ രചനകളെ ഞങ്ങൾ 4 കവിതകൾ ഈ വർഷം BA സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. MA സിലബസിലും അടുത്ത ആഴ്ച ഉൾപ്പെടുത്തും. അപ്പോ ആ നിലയിൽ ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉറുദുവിന്റെ മുമ്പിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഇപ്പോ 2019 ഡൽഹിയിൽ വെച്ച് നടന്ന വേൾഡ് ഉറുദു കോൺഫറൻസിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായി. ആ സമയത്ത് എന്നോട് ചോദിച്ച ഒരു ചോദ്യം കേരളത്തിൽ ഉറുദുവിന്റെ പ്രസക്തി എന്താണെന്നാണ്. കേരളത്തിൽ ഉറുദു സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ കാനേഷുമാരി കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ 15,000-ൽ താഴെയാണ്. 15,000-ൽ താഴെ ആളുകൾ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷ പഠിക്കാൻ 1,25,000-ഓളം വിദ്യാർത്ഥികൾ 5ാം തരം മുതൽ PG തലം വരെ കേരളത്തിൽ എൻറോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഓരോ വർഷവും ഈ വിദ്യാർത്ഥികൾ അവരുടെ SSLC-യും +2-യും ഡിഗ്രി BA MA B.Ed ഒക്കെ പാസ്സായി പുറത്തു പോവുകയും ചെയ്യാണ്. അപ്പൊ ഇത്രയും ആളുകൾ മാതൃഭാഷയല്ലാതെ ഒരു ഭാഷ പഠിക്കാൻ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ മുന്നോട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഉറുദുവിന്റെ ഐഡന്റിറ്റി എന്താണ്? എന്തുകൊണ്ട് ഉറുദു പഠിപ്പിക്കപ്പെടുന്നു? ഈ വിഷയത്തിന് ഉത്തരം നൽകേണ്ടത് ഒരാവശ്യമായി എനിക്ക് തോന്നി. അപ്പൊ ഞാനത് എന്റെ സുഹൃത്തുക്കളായ ആളുകളോടൊക്കെ ചോദിച്ചു, എന്തുകൊണ്ടാണ് വൈ ഉറുദു ഇൻ കേരള? കേരള में उर्दू की अहमियत क्या है, उसकी जरूरत क्या है? എന്തുകൊണ്ട് ഇത്രയധികം ആളുകൾ ഉറുദു പഠിക്കാൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരുന്നു? ഇത്രയേറെ അധ്യാപകർ ഇവിടെ വർക്ക് ചെയ്യുന്നു, അധ്യാപക സംഘടനകൾ പ്രവർത്തിക്കുന്നു. ഇതിനൊക്കെ ഒരു ന്യായീകരണം വേണം. ഞാൻ വളരെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ പൊതുവെ പറയാറുണ്ട് ഉറുദു ഒരു സംസ്കാരത്തിന്റെ ഭാഷയാണെന്ന് ആളുകൾ പലരും പറയും. എല്ലാ ഭാഷയും സംസ്കാരമാണ്, ഉറുദുവിന് മാത്രമായിട്ട് അങ്ങനെ ഒരു സംസ്കാരമില്ല. എന്നാൽ ഉറുദുവിന് സവിശേഷമായ ഒരു സംസ്കാര പാരമ്പര്യമുണ്ട്. അതിനെ നമ്മൾ ഗംഗ യമുന തഹസീബ് എന്നാണ് പൊതുവെ പറയാ. എന്താണ് ഈ ഗംഗ യമുന എന്ന് ആളുകൾ പലപ്പോഴും ആലോചിക്കാറില്ല. ഗംഗ യമുന തഹസീബിന്റെ നമൂനയാണ് അല്ലെങ്കിൽ നിഷാനിയാണ് ഉറുദു എന്ന് നമ്മൾ പറയും. ആര്യ സംസ്കാരത്തിന്റെയും സെമറ്റിക് സംസ്കാരത്തിന്റെയും ഒരു സങ്കരമാണ് ഉറുദു. ഉറുദു ഭാഷയെ പരിശോധിച്ച, ഭാഷയുടെ ഘടന നോക്കിക്കഴിഞ്ഞാൽ, ഭാഷയിലെ വാക്കുകളെ നോക്കിക്കഴിഞ്ഞാൽ, ഭാഷയിലെ പ്രയോഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഭാഷയിലെ സാഹിത്യ സമ്പത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ വലിയ 2 പാരമ്പര്യങ്ങൾ ഇഴചേർന്നിരിക്കുകയാണ്. ഈ ഇഴചേർന്നിരിക്കുന്നത് വാസ്തവത്തിൽ ഇന്ത്യയുടെ കോമ്പസിറ്റ് കൾച്ചറാണ്, ഇന്ത്യയുടെ മിശ്ര സംസ്കാരമാണ്. ഈ മിശ്ര സംസ്കാരം ഉൾക്കൊള്ളുന്ന ഭാഷയായ ഉറുദു ആയിരിക്കണം ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചർച്ചകളിൽ സജീവമായി ജവഹർലാൽ നെഹ്റുവും അബുൽ കലാം ആസാദിനെ പോലെയുള്ളവർ ഉറുദുവിന് വേണ്ടി വാദിച്ചത് ഈ ഒറ്റ ബേസ്മെന്റിലാണ്. മറ്റ് ഭാഷകൾക്കൊക്കെ വേണ്ടി ആളുകൾ വാദിച്ചെങ്കിലും യുക്തിഭദ്രമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യയുടെ ഭാഷ, ഭരണഭാഷ ഇന്നതായിരിക്കണം എന്ന് പറയാൻ ഒരാൾക്കും അന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ സാധിച്ചിരുന്നില്ല. 1948 സെപ്റ്റംബർ 11 മുതൽ 14 വരെ നടന്ന ചർച്ചകളിൽ സജീവമായി, വസ്തുനിഷ്ഠമായി, യുക്തിഭദ്രമായി ഒരു ഭാഷയ്ക്ക് വേണ്ടി വാദിക്കപ്പെട്ടത് ഉറുദുവിന് വേണ്ടിയായിരുന്നു. നിർഭാഗ്യവശാൽ അന്ന് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നില്ല. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം മറ്റൊന്നായി മാറിയേനെ, ഇന്ത്യയുടെ ഭാഷാ ചരിത്രം മറ്റൊന്നായി മാറിയേനെ. അപ്പൊ ഇത്രയും പ്രസക്തി ഉള്ളത് കൊണ്ടാണ്
ഈ മുഷ്തരിക്ക തഹസീബിനെ പ്രതിദാനം ചെയ്യുന്നത് കൊണ്ടാണ്. ആസേതു ഹിമാചലം ഭൂരിപക്ഷമല്ല ന്യൂനപക്ഷമായെങ്കിലും സംസാരിക്കപ്പെടുന്നത് കൊണ്ടാണ്. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തും മൗലിക സാഹിത്യം രചിക്കപ്പെടുന്ന ഭാഷയാണ് എന്നതുകൊണ്ടാണ് ഉറുദു കേരളത്തിൽ പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ആളുകൾ അത് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾക്ക് അതിനെ ശത്രുതാപരമായി സമീപിക്കാൻ കഴിയാത്തത് എന്ന് ഞാൻ ആ സമ്മേളനത്തിൽ വസ്തുനിഷ്ഠമായി അവരുടെ മുന്നിൽ പറഞ്ഞപ്പോൾ അതെല്ലാവരും കൈമുട്ടി സ്വീകരിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഒരു നോൺ നേറ്റീവ് प्लेस ആണ്. गैर अहले जबान वाले लोग हैं केरला में. ऐसी एक रियासत में हमारे ഹമീദ് കാരശ്ശേരി മാഷ്, എൻ മൊയ്തീൻകുട്ടി മാഷ് ഇങ്ങനെയുള്ള കവികൾ രംഗത്ത് വരികയാണ്. അവരുടെ കവിതകൾ സദാസമയം സ്വീകരിക്കാൻ, ഇനിയും പുതിയ എഴുത്തുകാർ വരുമ്പോൾ അവരുടെ രചനകൾ സ്വീകരിക്കാൻ പാകപ്പെടുന്ന രീതിയിൽ നാം കോഴ്സുകൾ ഫ്രെയിം ചെയ്തിരിക്കുകയാണ്. ഇനിയും നമ്മുടെ മുന്നിൽ വെല്ലുവിളിയുണ്ട്. ഉറുദു ഇങ്ങനെയൊക്കെ ആണെങ്കിലും വെല്ലുവിളി ഒഴിഞ്ഞ ഒരു ഭാഷയാണെന്ന് ഞാൻ പറയില്ല. കാരണം ഇപ്പോഴേ NEP 2020 അടിസ്ഥാനത്തിൽ സിലബസ് പരിഷ്കരിക്കുമ്പോൾ ഭാഷകളെ സമീപിക്കുന്നത് പഴയ രീതിയിൽ നിന്നും വ്യത്യസ്തമായി. പണ്ട് സാഹിത്യത്തിലാണ് ഊന്നൽ കൊടുത്തിരുന്നതെങ്കിൽ ഇനിയിപ്പോ ഭാഷയെ ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന്റെ ഒരു ഉപാധി എന്ന രീതിയിൽ ആണ് സമീപിക്കുന്നത്. അപ്പൊ അതില് ഭാഷയെ ഒരു എബിലിറ്റി ആയിട്ട് കാണുവാണ്, ഭാഷയെ ഒരു ശേഷിയായി കാണുവാണ്, ഒരു സലാഹിയത്താണത്. അപ്പൊ ഈ സലാഹിയത്ത് പഠിപ്പിക്കണമെങ്കിൽ ഉറുദുവിൽ അതിന് മതിയായ പുസ്തകങ്ങൾ ലഭ്യമല്ല. ഇംഗ്ലീഷിൽ ധാരാളം പുസ്തകങ്ങളുണ്ട് കമ്മ്യൂണിക്കേഷനെ കുറിച്ച്, പക്ഷെ ഉറുദുവിൽ പുസ്തകങ്ങളില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ NCPL ഒക്കെ, ഭാഗ്യവശാൽ NCPL ഒക്കെ ഉണ്ടെങ്കിലും നിർഭാഗ്യവശാൽ അത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉറുദുവിന്റെ വളർച്ചയെ സഹായിക്കുന്ന രീതിയിലാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും സംശയാസ്പദമാണ്. അപ്പൊ ഞാൻ ഈ സന്ദർഭത്തിൽ ഇത് സൂചിപ്പിക്കുന്നത്, ബഹുമാനപ്പെട്ട നമ്മുടെ MP അബ്ദുൽ സമദ് സമദാനി സാബ്, അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും. അങ്ങനെ അദ്ദേഹം പാർലമെന്റിൽ എത്തിയാൽ NCPL പോലുള്ള സ്ഥാപനത്തെ ഉറുദു ഭാഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ക്രിയേറ്റീവായ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മളെ സമയത്തിന്റെ ഓരോ കാലത്തിന്റെ ആവശ്യകതയെ പൂർത്തീകരിക്കുന്ന രീതിയിൽ ആ ഭാഷയെ വളർത്തിയെടുക്കാൻ ഇതുപോലുള്ള കമ്മ്യൂണിക്കേഷൻ പോലുള്ള വിഷയങ്ങളിൽ പുസ്തകം ഉറുദുവിൽ എഴുതപ്പെട്ടാൽ മാത്രമേ നമുക്കത് സിലബസിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അത് നമ്മളെ വെല്ലുവിളിയായി ഇപ്പൊ മുന്നിൽ നിൽക്കുകയാണ്. ഈ പുതിയ NEP 2020 ആശയങ്ങളെ ഉറുദു ഭാഷയിലൂടെ എങ്ങനെ സിലബസിലൂടെ പ്രകടിപ്പിക്കണം, എങ്ങനെ കുട്ടികളിൽ എത്തിക്കണം എന്നുള്ളത് കഴിഞ്ഞ 1.5 മാസമായി ഉറക്കമൊഴിഞ്ഞെന്ന മട്ടില് ആളുകൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രേഖ പോലത്തെ വലിയൊരു പ്ലാറ്റ്ഫോം ഒക്കെ ഉറുദുവിൽ ലഭ്യമാണ്. ലോകം മുഴുവനുള്ള പുസ്തകങ്ങൾ ഉറുദുവിൽ രേഖയിലൂടെ നമുക്ക് കാണാം. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ആവശ്യമുള്ള സ്കിൽ ബേസ്ഡ് ആയ, സലാഹിയത്തില് ഊന്നലുള്ള, അതുപോലുള്ള പുതിയ പുതിയ എബിലിറ്റി എൻഹാൻസ്മെന്റിന് വേണ്ടിയുള്ള പുസ്തകങ്ങൾ ലഭ്യമല്ല. NCPLന്റെ വേദി സാറ് പാർലമെന്റിൽ എത്തിയാൽ നിശ്ചയമായും ഇത്തരം കാര്യങ്ങളിൽ അവരെ പ്രേരിപ്പിക്കണം. അത്തരം ഒരു വേദിയിലൂടെ അത് ലഭ്യമാവുകയാണെങ്കിൽ കേരളത്തിലെ ഉന്നത ഉറുദു വിദ്യാഭ്യാസത്തിൽ അതൊരു, വിശേഷിച്ചും കേരളത്തിൽ, കാരണം നമ്മൾ നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ആണ്, ഗൈർ അഹ്ലെ സബാൻ വാലെ ലോക്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ പഠനത്തിന് അത് വളരെ സഹായകരമാകും. ഏതായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, സമയം വളരെ അല്ല, അത് മാറൂല്ല. ഈ മാറുന്ന നമ്മൾ പ്രത്യാശിക്കാം. ഇപ്പൊ ഞാനിപ്പോ ഈ വാസ്തവത്തില് ഹമീദ് മാഷുടെ കവിതയിലൂടെ കടന്നുപോയപ്പോൾ ഗാന്ധിജിയെ കുറിച്ചുള്ള ഒരു കവിത അദ്ദേഹമുണ്ട്. ഗാന്ധിജിയെ കുറിച്ച് ഹമീദ് കാരശ്ശേരി കവിത എഴുതിയത് അറ്റൻബറോയുടെ സിനിമ കണ്ടിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായാലും ഇനി ഈ പുസ്തകത്തിന്റെ ഒരു സവിശേഷത ഞാൻ മനസ്സിലാക്കി, ഇതിലെ മൗസുവാത്ത് കസീർ താദാദാണ്. എത്രയേറെ വിഷയങ്ങളെ കുറിച്ചാണ് ഇദ്ദേഹം കവിത എഴുതിയിരിക്കുന്നത്. വളരെ ലളിതമായി പുഞ്ചിരിച്ച മുഖവുമായി നമ്മുടെ മുന്നിൽ വരുന്ന ഹമീദ് കാരശ്ശേരിയുടെ മനസ്സിന്റെ ഉള്ളിൽ ഇത്രയേറെ വിഷയങ്ങൾ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം ഇതിലുള്ള കവിതകളുടെ ഉൻവാൻ നോക്കിക്കഴിഞ്ഞാൽ, അതിലെ വിഷയങ്ങൾ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അദ്ദേഹം ആദ്യം തന്നെ ഇത് തുടങ്ങുന്നത് തന്നെ കവിതയുടെ പ്രാധാന്യം, ഇസ്കി നാഗുസീറിയത്ത്, ഇസ്കി അഹമിയത്ത് എന്താണെന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ്. അതിന് അദ്ദേഹം ഒരു ഈരടി എഴുതിയിട്ടുണ്ട്, ഷായരി ക്യാ ഹെ ദിലി ജസ്ബാത്ത് കാ ഇസഹാർ ഹെ. കവിത എന്താണ്? അത് ഹൃദയവികാരങ്ങളുടെ ആവിഷ്കാരത്തിനുള്ള ഒരു മാധ്യമമാണ്. ദിൽ അഗർ ബേക്കാർ ഹെ തോ ഷായരി ബി ബേക്കാർ ഹെ.
നമ്മളെ ഹൃദയം നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ കവിതയും നമുക്ക് ആവശ്യമില്ല. എത്ര വ്യക്തമാണ് കവിത നമ്മുടെ ജീവിതത്തിൽ നാഗുസീറാണ്, അത് അത്യാവശ്യമാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഒരു നസബുൽ ലൈൻ ആദ്യം തന്നെ മുന്നോട്ട് വെച്ചതിന് ശേഷമാണ് അപ്നി ബാത്ത് എന്ന് പറയുന്ന ആ ഭാഗത്ത് അദ്ദേഹം ഈ ഒരു കാഴ്ചപ്പാട് വെച്ചതിന് ശേഷമാണ് തന്റെ കവിതകൾ നമ്മളെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പുസ്തകത്തില് ഖുദാ കി താരീഫ് ഉണ്ട്, ദുആ ഉണ്ട്, दुनिया की बेसबाती पर नस्में हैं, इंसानी जिंदगी के मुख्तलिफ पहलुओं बशमूल निजात के रास्ते तक के मौसूआत शामिल हैं और इसमें केरला की तारीफ में नस्में हैं, हमारे जमाने के अहम तारीखी वाक़यात और अलमिया पर नज़में हैं, सेहत पर, तंदुरुस्त रहने की जरूरत पर, मच्छर और कोरोना पर, कौमी मौजू पर, और आखिर माँ की ममता पर, मेहनत पर, किसानों की खिदमत पर, दोस्ती या भाईचारगी पर, इंसानियत पर, मौत पर, कौमी यकजहती पर, तन्हाई पर, गुर्बत पर, इस तरह എത്ര വിഷയങ്ങളാണ് അദ്ദേഹം ഒരു പുസ്തകത്തിൽ ഒതുക്കിയിരിക്കുന്നതെന്ന് കാണുമ്പോൾ ഈ മനുഷ്യൻ ഇത്ര ലളിതമായി ചിരിച്ച് നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും വളരെ ഗൗരവമായ വിഷയങ്ങൾ തന്റെ മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് നിശ്ചയമായും എനിക്ക് പ്രതീക്ഷയുണ്ട് ഭാവിയിൽ ഇദ്ദേഹത്തിൽ നിന്നും കൂടുതൽ കനപ്പെട്ട രചനകൾ കേരളത്തിലെ ഉറുദു സ്നേഹികൾക്ക് ലഭിക്കും. ഒരു പക്ഷേ നാളെ ഇന്ത്യൻ റൈറ്റിംഗ്സ് ഇൻ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്നത് പോലെ അന്യ സംസ്ഥാനങ്ങളിലും ഹിന്ദി പ്രദേശങ്ങളിലെ ഹിന്ദി എന്ന് പറയുന്നത് പോലെ ഒരു പേപ്പർ, ഒരു പഠന മേഖല ഇന്ത്യയിലെ മറ്റ് ഉറുദു വിഭാഗങ്ങളിലും ആരംഭിക്കുകയാണെങ്കിൽ നിശ്ചയമായും ഈ കവിതകൾ, മൊയ്തീൻകുട്ടി മാഷിന്റെ ഉൾപ്പെടെയുള്ള രചനകൾ ഇന്ത്യയിലെ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരമുണ്ടാവും. ഇത് നമുക്ക് ചെയ്യാവുന്ന ഇന്ത്യയുടെ ദേശീയതയ്ക്ക്, ഇന്ത്യയുടെ ഐക്യത്തിന്, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക്, സാഹോദര്യത്തിന് അത് വലിയ മുതൽക്കൂട്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.